ചാലക്കുടി മാർക്കറ്റിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ചീഞ്ഞഴിയുന്നു. പച്ചക്കറി മാലിന്യങ്ങളാണ് ചീഞ്ഞഴിഞ്ഞ് ദുർഗന്ധം വമിക്കുന്നത്. പുഴുവരിക്കുന്ന തരത്തിലാണ് ഇവിടെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത്. കേരളത്തിൽ അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്കും ഇന്ന് അതിതീവ്ര മഴയ്ക്കും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഇരിങ്ങാലക്കുടയിലെ ഠാണ ചന്തക്കുന്ന് വികസനം യാഥാർത്ഥ്യത്തിലേക്ക്. സ്ഥലം ഏറ്റെടുത്ത് കെട്ടിടങ്ങളും മറ്റും പൊളിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടി മാർക്കറ്റിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ചീഞ്ഞഴിയുന്നു. പച്ചക്കറി മാലിന്യങ്ങളാണ് ചീഞ്ഞഴിഞ്ഞ് ദുർഗന്ധം വമിക്കുന്നത്. പുഴുവരിക്കുന്ന തരത്തിലാണ് ഇവിടെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത്. പച്ചക്കറി മാലിന്യങ്ങൾ മാർക്കറ്റിനുള്ളിൽ അലക്ഷ്യമായി നിക്ഷേപിച്ചതാണ് പ്രശ്നത്തിന് കാരണമായത്. മഴ പെയ്തതോടെ മാലിന്യങ്ങൾ ചീഞ്ഞഴിയാൻ തുടങ്ങിയിരിക്കുകയാണ്. മാർക്കറ്റിലെ വ്യാപാരികൾക്കും ഇവിടെ എത്തുന്നവർക്കും ദുർഗന്ധം ദുസ്സഹമായി മാറിയിരിക്കുന്നു. നഗരസഭ ആരോഗ്യ വിഭാഗം ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം. മാലിന്യങ്ങൾ നീക്കം ചെയ്യാനോ മറ്റ് നടപടികൾ സ്വീകരിക്കാനോ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല. ഡെങ്കിപ്പനിയടക്കമുള്ള പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന ഈ സമയത്ത് ചീഞ്ഞുനാറുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ പോലും തയ്യാറാകാത്ത ആരോഗ്യ വിഭാഗത്തിന്റെ നടപടിയിൽ പ്രതിഷേധം വ്യാപകമായി. മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നഗരസഭ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും പരാതിയുണ്ട്. മഴ പെയ്താൽ മാർക്കറ്റിന്റെ പ്രവർത്തനവും അവതാളത്തിലാകുന്ന അവസ്ഥയാണിപ്പോൾ. അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെ തുടർന്ന് മാർക്കറ്റ് കെട്ടിടത്തിന്റെ പല ഭാഗത്തും ചോർന്നൊലിക്കുന്നുണ്ട്. മഴവെള്ളം ഒഴുകിപ്പോകാനാകാതെ പല ഭാഗത്തും കെട്ടിക്കിടക്കുകയാണ്. മഴക്കാല ശുചീകരണ പ്രവൃത്തികൾ നടത്താത്തതിനെ തുടർന്ന് ഇവിടത്തെ കാനകളിലും മാലിന്യങ്ങൾ നിറഞ്ഞു. മാർക്കറ്റിൽ ഉടൻ ശുചീകരണ പ്രവൃത്തികൾ നടത്തണമെന്നാണ് ആവശ്യമുയരുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. കേരളത്തിൽ അടുത്ത 5 ദിവസം വരെ ശക്തമായ മഴയ്ക്കും ഇന്ന് അതിതീവ്ര മഴയ്ക്കും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതും കാലവർഷക്കാറ്റ് ശക്തി പ്രാപിച്ചതുമാണ് മഴ ശക്തമാകാൻ കാരണം. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്താണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെയെല്ലാം സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. മഴയ്ക്കൊപ്പം കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ ലഭിക്കുന്ന ശക്തമായ മഴയാണ് റെഡ് അലർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാക്കുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മഴവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ മോഷണം നടത്തിയ അസം സ്വദേശി ദിലീപ് ബിശ്വാസിനെ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തിങ്കളാഴ്ച പകൽ 4 മണിയോടെ കൊടകര പോലീസ് സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത്. മെയ് 23-നായിരുന്നു ക്ഷേത്രത്തിൽ കവർച്ച നടന്നത്. 5 ലക്ഷം രൂപയുടെ വസ്തുവകകളാണ് അന്ന് മോഷണം പോയത്. ദിലീപ് ബിശ്വസിനെ കൂടാതെ 2 പേർ കൂടി മോഷണം നടത്തിയ സംഘത്തിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ദിലീപ് ബിശ്വസ് 3 മാസത്തോളമായി വെൽഡിംഗ് ജോലിയുമായി കൊടകര ഉളുമ്പത്തുകുന്നിലായിരുന്നു താമസം. മോഷണം നടത്തിയ ശേഷം മൂവർ സംഘം ആസാമിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. മോഷണ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിയിലായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കേരളത്തിൽ കൊടകരയിലും മോഷണം നടത്തിയ വിവരം അറിയുന്നത്. തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മറ്റു 2 പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. മീഡിയ ടൈം, കൊടകര. ഇരിങ്ങാലക്കുടയിലെ ഠാണ ചന്തക്കുന്ന് വികസനം യാഥാർത്ഥ്യത്തിലേക്ക്. സ്ഥലം ഏറ്റെടുത്ത് കെട്ടിടങ്ങളും മറ്റും പൊളിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. വികസനത്തിന്റെ ഭാഗമായി ഭൂമിയും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ജീവനോപാധിയും നഷ്ടപ്പെടുന്നവർക്കുള്ള പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിച്ചാണ് പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. BSNL പരിസരത്ത് നടന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. പദ്ധതി പ്രദേശത്ത് നിന്നും സ്ഥലം വിട്ടുകൊടുക്കുന്നവർക്കായി 40.76 കോടി രൂപയാണ് 133 പേർക്കായി വിതരണം ചെയ്തത്.
ഢാണ, ചന്തക്കുന്ന് ജംഗ്ഷനുകളുടെ മുഖഛായ മാറ്റം ലക്ഷ്യമിട്ടാണ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ ചന്തക്കുന്ന് മുതൽ പൂതക്കുളം വരെയുള്ള ഭാഗം വീതി കൂട്ടുന്നത്. മുകുന്ദപുരം താലൂക്കിലെ ഇരിങ്ങാലക്കുട, മനവലശ്ശേരി വില്ലേജുകളിൽ ഉൾപ്പെട്ട 0.5512 ഹെക്ടർ ഭൂമിയാണ് ഢാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനത്തിനായി ഏറ്റെടുത്തത്. ഇരിഞ്ഞാലക്കുട ടൗണിന്റെയും അനുബന്ധ പ്രദേശങ്ങളുടെയും വ്യാപാര, വാണിജ്യ, സാംസ്കാരിക മേഖലകളുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ജംഗ്ഷൻ വികസന പദ്ധതി ഇരിങ്ങാലക്കുടയുടെ വികസന കുതിപ്പിലേക്ക് നയിക്കും. നിലവിൽ 11 മീറ്റർ വീതി മാത്രമുള്ള ടാണ ചന്തക്കുന്ന് റോഡ് 17 മീറ്റർ വീതിയിലാക്കി കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ടേബിൾ ടോപ്പ് കോൺക്രീറ്റ് ചെയ്താണ് വികസിപ്പിക്കുന്നത്. 17 മീറ്റർ വീതിയിൽ 13.8 മീറ്റർ വീതിയിൽ റോഡും ബാക്കി 3.2 മീറ്റർ വീതിയിൽ നടപ്പാതകളോട് കൂടി കാനകളുമാണ് ഉണ്ടായിരിക്കുക. ഇതിനു പുറമെ ട്രാഫിക് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ലൈൻ മാർക്കിംഗ്, റിഫ്ലക്ടറുകൾ, സൂചനാ ബോർഡുകൾ, ദിശാ ബോർഡുകൾ എന്നിവയും സ്ഥാപിക്കും. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിഷപ്പ് മാർപോളി കണ്ടുകാടൻ, ടൗൺ ജുമാ മസ്ജിദ് ഇമാം കെബീർ മൗലവി, മുൻ MLA KU അരുണൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TV ലത, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. ഇനി നാട്ടിൽ നടന്നത്. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പെരിങ്ങൽകുത്ത് ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. ചാലക്കുടി പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ജലവിധാനം ഉയർന്നതിനെ തുടർന്ന് 2 ഷട്ടറുകൾ 2 അടി വീതമാണ് തുറന്നത്. നവീകരണം നടത്തി സ്ഥാപിച്ച ഗാന്ധി പ്രതിമയോട് അനാദരവ്. പ്രതിമയിൽ ചാർത്തിയ പൂമാല കരിഞ്ഞുണങ്ങിയിട്ടും നീക്കം ചെയ്യുന്നില്ല. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ സ്ഥാപിച്ചുള്ള ഗാന്ധി പ്രതിമയിൽ ചാർത്തിയ മാലയാണ് കരിഞ്ഞുണങ്ങി അപഹാസ്യ നിലയിൽ കിടക്കുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ ചാർത്തിയ പൂമാല മാസങ്ങൾ കഴിഞ്ഞിട്ടും നീക്കം ചെയ്തില്ലെന്നാണ് ആക്ഷേപം. പരിചരിക്കാൻ ആളില്ലാതായതോടെ ഗാന്ധി പ്രതിമയിൽ ചിലന്തി വലകളും നിറഞ്ഞിട്ടുണ്ട്. ഷാജിദ ഹാരിഫിന്റെ കവിതാ സമാഹാരം സഹാനുഭൂതി നമുക്കിടയിൽ ദൂരമില്ല എന്ന കവിതാ സമാഹാരം പ്രകാശനം അന്നമനടയിൽ നടന്നു. കവി രാവുണ്ണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കവി കുളൂർ വിൽസൺ കാവ്യ സമാഹാരത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. PK ചന്ദ്രിക ടീച്ചർ പുസ്തകം ഏറ്റുവാങ്ങി. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് പ്രേംപ്രസാദ് പുസ്തകം പരിചയപ്പെടുത്തി. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് ബഹദൂർ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വിജയ വസന്തം ആഘോഷിച്ചു. 2023 നടത്തിയ വായനാ വസന്തത്തിന്റെ തുടർച്ചയാണ് വിജയ് വസന്തം 2 എന്ന പേരിൽ സംഘടിപ്പിച്ചത്. എടവിലങ്ങ് പഞ്ചായത്ത് പരിധിയിൽ ഈ വർഷം SLC, +2 പരീക്ഷയിൽ ഫുൾ A+ ലഭിച്ചവർക്കും സർക്കാർ ജോലിയിൽ പ്രവേശിച്ചവരെയും വിവിധ റാങ്ക് ലിസ്റ്റുകളിൽ ഇടം പിടിച്ചവരെയും ആദരിച്ചു. യുവകവി കണ്ണൻ സിദ്ധാർത്ഥ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. കാര സെന്റ് അൽബന LP സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KS ജയ, വായനശാല പ്രസിഡന്റ് MR കൈലാസൻ, ബെന്നി കാവാലംകുഴി, EF ബെന്നി, ബഹദൂറിന്റെ സഹോദരി ആരിഫ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിച്ചാലിൽ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS ഹസ്ഫൽ, പഞ്ചായത്ത് മെമ്പർമാരായ ഷാഹിന ജലീൽ, ബിന്ദു രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കുഴൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സഹകരണ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സാജു ചിറക്കൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജയശ്രീ ശിവരാമൻ, DCC മെമ്പർ AC ജോയ്, പോൾസൺ കൊടിയൻ, സേതുമോൻ ചിറ്റേത്ത്, ബിജി വിൽസൺ, ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ഇന്നർവീൽ ഇന്റർനാഷണൽ ചാലക്കുടി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. പ്രസിഡന്റ് ഹണിപ്പോൾ അധ്യക്ഷയായി. ഡിസ്ട്രിക്ട് സെക്രട്ടറി വിദ്യാസഞ്ജയ് മുഖ്യാതിഥിയായി. ഈ വർഷത്തെ പ്രസിഡന്റായി പേൾ ജിജോ, സെക്രട്ടറിയായി മേരി ബാബു, ട്രഷററായ ലൗലി വക്കച്ചൻ എന്നിവർ സ്ഥാനമേറ്റു. പഠനോപകരണ വിതരണം, സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സഹായം നൽകൽ, വിവാഹധന സഹായ വിതരണം, ഹെൽത്ത് ക്ലബ് സ്ഥാപിക്കൽ തുടങ്ങിയ പദ്ധതികൾ ഈ വർഷം നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. SNDP യോഗം പുല്ലൂറ്റ് വടക്കുംപുറം ശാഖ പൊതുയോഗവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. പുല്ലൂറ്റ് TDP യോഗം UP സ്കൂളിൽ നടന്ന പരിപാടി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ PK പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ബേബി ഗിരീഷ് അധ്യക്ഷയായി. ശാഖാ സെക്രട്ടറി VV രവി, പണിക്കശ്ശേരി, അനന്ത ബാബു, സുജാ ജോയ്, ഷീബ, ഉണ്ണികൃഷ്ണൻ, സുജിത്ത് എന്നിവർ സംസാരിച്ചു.
സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലയിൽ ഭവനരഹിതർക്കായി നിർമ്മിച്ചു നൽകുന്ന 5 വീടുകളിൽ കൊടുങ്ങല്ലൂർ ബ്ലോക്കിൽ എടവിലങ്ങ് യൂണിറ്റിൽ പണിതീർത്ത വീടിന്റെ താക്കോൽ മൂഴിക്കുളത്ത് ഷീല സുകുമാരന് കൈമാറി. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ദശരഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP ജോസ് താക്കോൽദാനം നിർവഹിച്ചു. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ മുഖ്യാതിഥിയായിരുന്നു. യൂണിറ്റ് പ്രസിഡന്റ് ധർമ്മപാലൻ ഭവന നിർമ്മാണത്തിന്റെ പൂർണ്ണ ചുമതല വഹിച്ച KK സിദ്ധാർത്ഥനെ ആദരിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP ജോസ് മൂഴിക്കുളത്ത് ഷീല സുകുമാരന് താക്കോൽ കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, സുബി പ്രമോദ്, ജോസ്മിൻ, സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരായ VK ഹാരി ഫാബി, VV പരമേശ്വരൻ, ജോസ് കോട്ടപ്പുറമിൽ, TK സുരേന്ദ്രൻ, NAM അഷറഫ്, C ശ്രീകുമാർ, F ബെന്നി, NA ഇസ്മാലി എന്നിവർ സംസാരിച്ചു. മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ 2020 യൂത്ത് ക്ലബിന്റെ സഹകരണത്തോടെ മാള മെഡ്സ് കോളേജിൽ 5 ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ജൂലൈ 18, 19 തീയതികളിലാണ് ടൂർണമെന്റ് നടക്കുക. അന്ന ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ബോബി ജേക്കബ്, സേവൻ ഇലക്ട്രിക്കൽസ് മെഷീൻ ചെയർമാൻ ബിജോയ് ഫിലിപ്പോസ്, മെഡ്സ് ചെയർമാൻ ഡോക്ടർ ഷാജു ആന്റണി ഐനിക്കൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. രാജു മേലിടത്ത്, ആന്റണി കളപ്പറമ്പത്ത്, TS അനൂപ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി മാർക്കറ്റിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ചീഞ്ഞഴിയുന്നു. പച്ചക്കറി മാലിന്യങ്ങളാണ് ചീഞ്ഞഴിഞ്ഞ് ദുർഗന്ധം വമിക്കുന്നത്. പുഴുവരിക്കുന്ന തരത്തിലാണ് ഇവിടെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത്. കേരളത്തിൽ അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്കും ഇന്ന് അതിതീവ്ര മഴയ്ക്കും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഇരിങ്ങാലക്കുടയിലെ ഠാണ ചന്തക്കുന്ന് വികസനം യാഥാർത്ഥ്യത്തിലേക്ക്. സ്ഥലം ഏറ്റെടുത്ത് കെട്ടിടങ്ങളും മറ്റും പൊളിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.